ഇന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളിലുള്ള പൗരസമിതി അവരുടെയും അനൗൺസ്മെന്റുകൾ ഉണ്ടാകും. അത് ശ്രദ്ധിച്ചാൽ ഇവിടെ നിന്നുള്ള ഈ പൊങ്കാലയടുപ്പിൽ അല്ലെങ്കിൽ പണ്ടാരയടുപ്പിൽ ആദ്യ അടുപ്പിൽ തീ പകർന്ന ശേഷം മാത്രമേ കത്തിക്കാവൂ എന്നുള്ള അനൗൺസ്മെന്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്ന ആ നിമിഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. 10:15 ആയിരിക്കുന്നു. ഇനിയിപ്പോൾ ആ ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ അടുപ്പുകെട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാ കണ്ണുകളും ആറ്റുകാലിലേക്ക്. എവിടെയൊക്കെ ഇരുന്നാകും ആളുകൾ ഇത് കാണുക, അല്ലെ? എവിടെയൊക്കെ ഇരുന്നാകും ആൾക്കാർ, മലയാളികളുണ്ടോ, എവിടെയൊക്കെ ആറ്റുകാലമ്മയുടെ ഭക്തരുണ്ടോ, അവരെല്ലാവരും ഒരുമിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്തവർ വീടുകളിലിരുന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഇവിടെയാണെന്ന് കണ്ണടച്ച് ഇവിടെയാണെന്ന് അല്ലെ കരുതി അത് എല്ലാവരും എല്ലായിടവും ആറ്റുകാൽ മുറ്റമാകുമെന്ന് പറയുന്നു ആ സമയത്ത്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളവർ തിരുവനന്തപുരം നഗരം മാത്രമല്ല, നമ്മൾ നേരത്തെ സംസാരിച്ച ബോംബെയിൽ നിന്നുള്ള അവർ പറഞ്ഞാൽ എനിക്കറിയുന്ന എന്റെ സുഹൃത്തുക്കൾ അവരവരുടെ വീടുകളിൽ തൃശ്ശൂരും അങ്ങനെയുള്ള അവരവരുടെ വീടുകളിലിരുന്ന് പൊങ്കാല അർപ്പിക്കുന്നവരുണ്ട്. ഇവിടെ എത്തിയില്ലെങ്കിലും അമ്മ കാണുന്നുണ്ട്, ഇവിടെ എത്താൻ കഴിഞ്ഞില്ല, അമ്മ അറിയുന്നുണ്ട് എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ അവനവന്റെ വീട്ടിൽ തന്നെ അടുപ്പൊരുക്കി പൊങ്കാല അർപ്പിച്ചുകൊണ്ട് ദേവിയോട് പ്രാർത്ഥിക്കുന്ന എത്രയെത്രയോ ആളുകളുണ്ട്. അവരൊക്കെ ഈ കാഴ്ചകൾ കാണുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ഈ സ്ക്രീനിലൂടെയാണ്. അവരുടെ ആറ്റുകാൽ അമ്പലം എന്ന് പറയുന്നത് ഇന്നൊരു ടെലിവിഷൻ സ്ക്രീൻ ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാത്തിരിക്കുന്നവർക്കൊക്കെയുള്ള അവസാന നിമിഷ അറിയിപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് നിമിഷങ്ങൾ മാത്രം, ഇനി വെറും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നിമിഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി തന്ത്രിയുടെ സാന്നിധ്യത്തിൽ സഹമേൽശാന്തിക്ക് ദീപം കൈമാറും. ആ ദീപം തിടപ്പള്ളിയിൽ ആദ്യം കത്തിക്കും, പിന്നീട് അത് വലിയ തിടപ്പള്ളിയിൽ കത്തിക്കും. അവിടെ നിന്ന് ആ ദീപവും കൊണ്ട് സഹമേൽശാന്തി പുറത്തേക്ക് വരും. തന്ത്രിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് ഈ ഒരുക്കിയിരിക്കുന്ന ഈ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഈ പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടെ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ആ നിമിഷം സമാഗതമാകും. അത് ഒരു വർഷത്തെ കാത്തിരിപ്പാവും. ചിലർക്കത് പൊങ്കാലയിടുക എന്ന വലിയ ആഗ്രഹത്തിനായി എത്രയോ വർഷങ്ങളായുള്ള കാത്തിരിപ്പായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കാത്തിരിപ്പുണ്ട്. പൊങ്കാല വളരെ വളരെ പേഴ്സണൽ ആണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവും. അവരുടെ രീതിക്ക് അനുസരിച്ച് അവർക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് ആ രീതിയിലാണ് പൊങ്കാല ഒരുക്കുന്നത്. അല്ലാതെ പൊങ്കാലയ്ക്കൊരു നിയതമായ നിയമമോ ചിട്ടയോ ഒന്നുമില്ല, അല്ലേ? അതെ, തീർച്ചയായിട്ടും ആ ചടങ്ങുകളിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ ആ ദീപവുമായി പുറത്തേക്ക് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ദീപം, ഈ ഒരു ദീപം പകരുന്നത് അനേക ലക്ഷം അടുപ്പുകളിലേക്ക്, മനസ്സുകളിലേക്കാണ് വെളിച്ചം പകരുന്നത്. അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ച കാണുന്നു. ഇപ്പോൾ ആറ്റുകാൽ അമ്മയുടെ തോറ്റം പാട്ട് പാടിയിരിക്കുന്ന, അതിനു മുന്നിൽ ഒരുക്കിയിരിക്കുന്ന പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതിനായി എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി പകർന്നുകൊടുത്ത, തന്ത്രിയുടെ സാന്നിധ്യത്തിൽ പകർന്നുകൊടുത്ത ദീപം അത് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ കത്തിച്ചു. അതിനുശേഷം സഹമേൽശാന്തിക്ക് കൈമാറിയിരിക്കുന്നു. സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിൽ കത്തിച്ച ശേഷം ഇപ്പോൾ ഇതാ ക്ഷേത്രത്തിന് മുന്നിലെ ഒരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിൽ തീ പകരുന്നതിനായി അങ്ങോട്ടേക്ക് എത്തുകയാണ്. എല്ലാവരും കാത്തിരിക്കുന്ന, ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ നിമിഷത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇതാ പണ്ടാര അടുപ്പിന് സമീപത്തേക്ക് ആ ദീപവുമായി, ശ്രീകോവിലിൽ നിന്ന് പകർന്ന ദീപവുമായി സഹമേൽശാന്തി എത്തുകയാണ്. ഇനി ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ നിമിഷം, ഇതാ ഭക്തലക്ഷങ്ങൾ ഏറെ പ്രാർത്ഥനയോടെ, ഏറെ ക്ഷമയോടെ കാത്തിരുന്ന ആ നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മറ്റൊരു ശബരിമലയാകും ആറ്റുകാലമ്മേ. സുഖപ്രസാദിയുമായ ആറ്റുകാലമ്മ കുടികൊള്ളുന്ന
അതാണ് എല്ലാവരും കാത്തിരുന്ന ആ മുഹൂർത്തം. അതാണ് നമ്മുടെ കൺമുന്നിൽ ഇപ്പോൾ കണ്ടത്. പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നിരിക്കുന്നു. ലക്ഷോപലക്ഷം അടുപ്പുകളിലേക്ക് അത് പകർന്നിരിക്കുന്നു. ഈ തിരുവനന്തപുരം നഗരത്തിലാകെ ആ ശ്രീകോവിലിൽ നിന്ന് പകർന്ന ദീപം ഇനി പടർന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തിരുവനന്തപുരം നഗരത്തിന്റെ കിലോമീറ്ററുകൾ ചുറ്റളവിൽ ഈ തീ ഇനി പടരുകയാണ്. ഭക്തലക്ഷങ്ങൾ ഏറെ ക്ഷമയോടെ പ്രതീക്ഷയോടെ കഴിഞ്ഞ ഒരു വർഷമായി കാത്തിരുന്ന നിമിഷമാണ് സമാഗതമായിരിക്കുന്നത്. പഞ്ചഭൂത സങ്കല്പമാണ് പൊങ്കാല നിവേദ്യത്തിന്. ഈ മൺകലത്തിൽ തിളച്ചു തൂവുന്ന അരി, ആ അരി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ വ്യഥകളാണ്, ദുഃഖങ്ങളാണെന്നാണ് ഭക്തർ കരുതുന്നത്.